എല്ലാം മറ്റേ നറേറ്റീവിന്റെ ഭാഗമാണ്. ആ നറേറ്റീവ് കേരളത്തിൽ ഞങ്ങൾ പൊളിച്ചടുക്കും. ഇത് മതേതര കേരളമാണ് എന്ന് ആണ് 2026 തെരഞ്ഞെടുപ്പിൽ ഈ കേരളം, ഈ പ്രബുദ്ധ കേരളം പ്രൂവ് ചെയ്യാൻ പോണതാണ്. മൈനോറിറ്റിക്കാരുടെ ഇടതുപക്ഷം കളിക്കുമ്പോൾ അവര് പുതിയ പുതിയ ഹാർഡ്കോർ സംഘടനകൾ ഉണ്ടാക്കിയതിനൊക്കെ ഇല്ലാതാക്കിയത് ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മതേതര മുഖം വികൃതാക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ലാന്ന് ഞങ്ങൾ പറയും. ഇത് അദ്ദേഹം പറയാതെ പോയൊരു കാര്യം, ഈ ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന് ഏറ്റവും അന്ന് ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയ നടപടികളുമാണ് കേരളം മുഴുവൻ, മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്താണ്. അന്നത്തെ ലീഗിന്റെ നിലപാടിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് വിട്ടുപോയൊരു പുതിയ പാർട്ടിയെ ഉണ്ടാക്കി. ലീഗിന് തീവ്രത പോരാന്ന് പറയും. അവരെ എടുത്ത് തോളത്ത് വെച്ചേക്കുന്ന ആളുകളാണ് ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുന്നത്. അതിന്റെ ഒരു കഷ്ണാണെങ്കിൽ ഇപ്പോഴും കൂടെ ഉണ്ട്. അത് ലീഗിന്റെ തീവ്രത പോരാ, കുറച്ചുകൂടി കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞ് ലീഗിന്റെ തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയേക്കണ വേണ്ടിയിട്ട് തോളത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ലീഗിനെ കുറ്റപ്പെടുത്തുന്നത്. ലീഗിനെല്ലാം കുറ്റപ്പെടുത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. വർഗീയത പറയാണ്, വേറെ ഒന്നുമല്ല. ലീഗിനെ ഇടയ്ക്ക് ലീഗിനെ പറയും, ഇടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി പറയും. ചോദിച്ചിരിക്കല്ലേ, ഇപ്പോ ലീഗിന് വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും ചെയ്യാൻ വരെ മതിയില്ല. ഇപ്പൊ വേണമെങ്കിൽ ഒരു സ്ഥാനത്തിന് ഇപ്പൊ ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ പറയാം. പക്ഷേ അറ്റ്മോസ്ഫിയർ മോശമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് പറയാനുള്ള ആർജവം കാണിച്ച പാർട്ടിയാണ് ഇന്ത്യ കോൺഗ്രസ്. അതുപോലെ കമ്മ്യൂണൽ ചേരിചേരുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഞങ്ങൾ പ്രോത്സാഹിക്കും. ഞങ്ങളത് നുള്ളിക്കളയും. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഒരു കാർഡ് കളിച്ചിട്ടുള്ളൂ. അങ്ങോട്ട് കളിച്ചാലും ഇങ്ങോട്ട് കളിച്ചാലും യാതൊരു കാര്യമില്ല. ഞങ്ങൾ ഉറച്ച നിലപാട്. ഇത് തന്നെ ആളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില വാർത്തകൾ, ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു, ലീഗ് സമ്മർദ്ദം ശക്തമാകുന്നു. ഞങ്ങളിരുന്ന് ചിരിക്കുക, ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് പ്ലാൻ ചെയ്യുന്ന ക്യാപ്സ്യൂളുകളാണ്. അപ്പൊ ലീഗ് UDF വന്നാൽ ലീഗ് സമ്മർദ്ദം ചെയ്യുന്നു. അതിപ്പോഴേ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു, ലീഗ് സമ്മർദ്ദം കടുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ്. ഇതെല്ലാം മറ്റേ നറേറ്റീവിന്റെ ഭാഗമാണ്. ആ നറേറ്റീവ് കേരളത്തിൽ ഞങ്ങൾ പൊളിച്ചടുക്കും. ഇത് മതേതര കേരളമാണ് എന്ന് ആണ് 2026 തെരഞ്ഞെടുപ്പിൽ ഈ കേരളം, ഈ പ്രബുദ്ധ കേരളം പ്രൂവ് ചെയ്യാൻ പോണതാണ്. അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ വരാനിരിക്കുന്ന കേരളത്തിന് വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പിണറായി വിജയനും VD സതീശനൊക്കെ പോവും, ഓർമ്മ മാത്രമോ ഈ കേരളം ഉണ്ടാവും. അപ്പോഴും നമ്മുടെ വരാനിരിക്കുന്ന തലമുറകളുണ്ടാവും. അവിടെ അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരെ ഭിന്നിപ്പിക്കാൻ പാടില്ല. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള ഒരു കേരളം ഉണ്ടാവും. ആ കേരളത്തിലും ഈ സെക്യുലർ കേരളമായി, മതേതര കേരളമായി കേരളത്തെ നിലനിർത്തും. അതിന് എന്ത് വിലയും കൊടുക്കും, ഏത് വില കൊടുത്തും അതിനുവേണ്ടി നിൽക്കും. ഒരു കോംപ്രമൈസിനും അതിനുവേണ്ടി തയ്യാറല്ല. ആരുടെ മുമ്പിൽ അതിനുവേണ്ടി തലകുനിക്കോ മുട്ടുമടക്കില്ല.